ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊന്ന് കോഴിക്കോട് പോയെന്ന് കേട്ടാ. എന്നാൽ കാര്യമൊന്നും ഞാൻ പറയാം, ട്രെയിനിലാണേ പോകുന്നത്. പിന്നെ എൻ്റെ അമ്മറിന് വാക്കൊട്ടിക്കുണ്ടല്ല, ട്രെയിനിൽ കയറുമ്പോൾ ഈ ലൈസ് ബിസ്ക്കറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് അവർ വരില്ല. അങ്ങനെ നമ്മൾ അതും വാങ്ങി ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറിയാൽ പിന്നെ ഇവർക്ക് തീറ്റയോട് തീറ്റയാണേ. അങ്ങെത്തുന്നവർ ഇത് തന്നെ കേട്ടാ പണി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വാക്കുട്ടി ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ടേ. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി മക്കളെ. കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് പിന്നെ ആദ്യം വെച്ചു അങ്ങനെ നമ്മൾ ചായയും പഴംപൊരി പപ്സെല്ലാം കഴിച്ചു കേട്ടാ. പിന്നെ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ അനിയനാട്ടാ വന്നിട്ടുള്ളത്. അതും കഴിഞ്ഞ് നമ്മൾ ഒരാളെ കൂട്ടാൻ വന്നേ. ഇതാരാന്ന് നിങ്ങൾക്കറിയാം? റിച്ചൂട്ടനെ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ റിച്ചൂട്ടൻ്റെ അച്ഛൻ്റെ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇതിൽ പാടുന്നതും അഭിനയിക്കുന്നതും എല്ലാം എൻ്റെ വാക്കുട്ടിയാണ്. അപ്പോൾ ആൽബത്തിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു, ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ റിച്ചൂട്ടൻ്റെ അച്ഛൻ. എൻ്റെ വാക്കുട്ടീനോട് വിശേഷമെല്ലാം ചോദിക്കുകയെന്ന്. പിന്നെ നമ്മൾ ഈ പള്ളിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് കോഴിക്കോടുള്ള പള്ളിയാണ്, പേരെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ വാക്കുട്ടീനെ മേക്കപ്പ് എല്ലാം ചെയ്ത് നല്ല സുന്ദരി മണിയാക്കിയിട്ടുണ്ട്. പിന്നെ ഷൂട്ടിങ് തുടങ്ങി. ഷൂട്ടിങ്ങിന് പിന്നെ എൻ്റെ അമ്മറ് കുറച്ച് ഭാഗങ്ങൾ എൻ്റെ അമ്മറും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങും കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് വന്നു. ഫുഡ് ബിരിയാണിയാണേ. ബിരിയാണി കോഴിക്കോട് ബിരിയാണി നല്ല സൂപ്പർ അടിപൊളി ബിരിയാണിയാണെന്നല്ല കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ ബിരിയാണി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ആ ചോറും മസാലയെല്ലാം ഇങ്ങനെ കോഞ്ഞാട്ട് പരിവായി. പിന്നെ വിശന്നുകൊണ്ട് കഴിച്ചു എന്ന് മാത്രം. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് പോയി.